ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ബെല്ലാസ ഇൻഡെക്സ് എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ദ ബെല്ലാസ ഇൻഡെക്സ്. നമുക്ക് ബെല്ലാസ ഇൻഡെക്സ് എന്താണെന്ന് മനസ്സിലാക്കാം. ദ ബെല്ലാസ ഇൻഡെക്സ് ഇസ് എ മെഷർ ഓഫ് എ കൺട്രീസ് റിവീൽഡ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. അതായത് ഒരു രാജ്യത്തിന്റെ റിവീൽഡ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, അതായത് RCA മെഷർ ചെയ്യുന്ന ഇൻഡെക്സ് ആണ് ഇത്. ഓക്കെ, അത് ഇന്റർനാഷണൽ ട്രേഡിലാണ് ഇത് മെഷർ ചെയ്യുന്നത്. അതായത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇവാലുവേറ്റ്സ് ദ എക്സ്റ്റെന്റ് ടു വിച്ച് എ കൺട്രി സ്പെഷ്യലൈസസ്. ഒരു രാജ്യം ഒരു പ്രത്യേക ഉൽപ്പന്നം ഒരു ഉൽപ്പന്നത്തിൽ അത് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നു. അപ്പം ഉദാഹരണത്തിന് സൗദി അറേബ്യ ഓയിൽ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ഉദാഹരണം. അപ്പം ഇൻ എക്സ്പോർട്ടിങ് എ സ്പെസിഫിക് പ്രോഡക്റ്റ് കമ്പയർഡ് ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്, മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇത് ഒരു പ്രത്യേക ഉൽപ്പന്നത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് RCA, അതായത് റിവീൽഡ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെഷർ ചെയ്യുന്ന ഇൻഡെക്സ് ആണ് ബെല്ലാസ ഇൻഡെക്സ്. ഒരു ഫോർമുല ഉണ്ട്, അത് നമുക്ക് നോക്കാം. RCA എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു XIJ ഡിവൈഡ് ബൈ XIT ഹോൾ ഡിവൈഡ് ബൈ XWJ ബൈ XWT എന്നാണ് അതിന്റെ ഫോർമുല വരുന്നത്. അതിൽ ഓരോ നമുക്ക് നോക്കാൻ എന്താണ്, അതായത് XIJ എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ കിടക്കുന്നത് XIJ ആണ്. അത് എന്ന് പറയുന്നത് എക്സ്പോർട്സ് ഓഫ് പ്രൊഡക്റ്റ് J ബൈ കൺട്രി I. ഓക്കെ, കൺട്രി I എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ്, അതായത് J എന്ന പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതാണ് ഇത് XIJ കൊണ്ട് സൂചിപ്പിക്കുന്നത്. XIT എന്ന് പറയുന്നത് ടോട്ടൽ എക്സ്പോർട്ട് ഓഫ് കൺട്രി ഐയുടെ ടോട്ടൽ എക്സ്പോർട്ട് ആണ് XIT എന്നുള്ളത്. T ഫോർ ടോട്ടൽ ആണ് കേട്ടോ. അടുത്തത് XWJ എന്ന് പറയുന്നത് വേൾഡ് എക്സ്പോർട്ട് ഓഫ് പ്രൊഡക്റ്റ് J ആണ്. ഓക്കെ, വേൾഡ് ഈ J എന്ന പ്രൊഡക്റ്റിന്റെ വേൾഡ് മൊത്തത്തിലുള്ള എക്സ്പോർട്ട് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. അടുത്ത XWT ഉണ്ട്, ടോട്ടൽ വേൾഡ് എക്സ്പോർട്ട്, അതായത് മൊത്തത്തിലുള്ള എക്സ്പോർട്ട് J ഉൽപ്പന്നം അപേക്ഷിച്ച് ബാക്കി മൊത്തത്തിലുള്ള വേൾഡ് എക്സ്പോർട്ടാണ് XWT കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇത് കാണുന്നതിനുള്ള ബെല്ലാസ ഇൻഡെക്സ് കാണുന്നതിനുള്ള ആ ഒരു ഫോർമുല എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഇക്വേഷന്റെ ഇന്റർപ്രിട്ടേഷൻ നോക്കാം. അതായത് ഈ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് RCA, അതായത് റിവീൽഡ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലുള്ള അവസ്ഥയാണ് പറയുന്നത്. അതായത് ഇങ്ങനെ വരികയാണെങ്കിൽ ദ കൺട്രി ഹാസ് എ റിവീൽഡ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ ദ പ്രൊഡക്റ്റ്. അപ്പോൾ ഇങ്ങനെ ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിന് ഒരു റിവീൽഡ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇറ്റ് മീൻസ് ദ പ്രൊഡക്റ്റ് അക്കൗണ്ട്സ് ഫോർ എ ലാർജർ ഷെയർ ഓഫ് കൺട്രീസ് എക്സ്പോർട്ട്. ആ രാജ്യത്തിന്റെ ലാർജർ ഷെയർ ഓഫ് എക്സ്പോർട്ട് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൽ രാജ്യത്തിനുണ്ട് എന്നാണ് അർത്ഥം. ദാൻ ഇറ്റ് ഡസ് ഇൻ ഗ്ലോബൽ എക്സ്പോർട്സ്. അതായത് ഏതിലുപരി ഗ്ലോബൽ എക്സ്പോർട്ടിനുപരി ആ രാജ്യത്തിന് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് മേലിൽ RCA ഉണ്ട് എന്നാണ് അർത്ഥം. So RCA is less than 1 ആണെന്നുണ്ടെങ്കിൽ the country does not have a revealed comparative advantage in the product. അപ്പോൾ രാജ്യത്തിന് RCA കുറവാണ്, റിവീൽഡ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് കുറവാണ് എന്നാണ് അതിനർത്ഥം. ഉദാഹരണം നോക്കാം. എക്സാമ്പിൾ, ഇഫ് എ കൺട്രി സ്പെഷ്യലൈസസ് ഇൻ എക്സ്പോർട്ടിംഗ് ടെക്സ്റ്റൈൽസ്. ഒരു രാജ്യം ടെക്സ്റ്റൈൽ, ഉദാഹരണത്തിന് ബംഗ്ലാദേശ് ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് ചെയ്യുന്നതിന് അത് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. പ്രധാനപ്പെട്ട എക്സ്പോർട്ട് എന്ന് പറയുന്നത് GDPയുടെ എക്സ്പോർട്ട് വരുമാനത്തിന്റെ പ്രധാനം എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ ആണ്. ആൻഡ് ഇറ്റ്സ് RCA ഫോർ ടെക്സ്റ്റൈൽസ് ഈസ് 2. അപ്പോൾ അതിന്റെ RCA കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് 2 ആണെന്നിരിക്കട്ടെ. അപ്പം ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഈ ഇങ്ങനെ 2 കിട്ടുന്നത് സൂചിപ്പിക്കുന്നത് എന്താണ്? ദ കൺട്രീസ് ഷെയർ ഓഫ് ടെക്സ്റ്റൈൽ എക്സ്പോർട്ട്, ഈ രാജ്യത്തിന്റെ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് ചെയ്യുന്നത് ഈസ് ട്വൈസ് ആസ് ഹൈ ആസ് ദ വേൾഡ് ആവറേജ്. അതായത് വേൾഡ് ആവറേജിന്റെ ഇരട്ടിയാണ് എന്ത് ചെയ്യുന്നത്. മറ്റേത് ഇത് ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ അത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഇല്ല. ഇപ്പം 2 ആണെന്നുണ്ടെങ്കിൽ ഇത് വേൾഡ് ആവറേജിന്റെ ഇരട്ടി ഈ രാജ്യം എന്ത് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പം നല്ലൊരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് രാജ്യത്തിന് ഉണ്ട് എന്നർത്ഥം. ഇനി നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. അതിൽ ഒന്നാമത്തത് ട്രേഡ് പോളിസി അനലൈസിസ് ആണ്. അതായത് ഐഡന്റിഫൈയിങ് ഏരിയാസ് ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ടു ഡിസൈൻ ടാർഗറ്റഡ് ട്രേഡ് പോളിസീസ്. അതായത് പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രത്യേകം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ട്രേഡ് പോളിസി എടുക്കുന്നതിന് ഈ ഒരു രാജ്യത്തെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഏതൊക്കെ ഏരിയയിലാണ് ഒരു രാജ്യത്തിന് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ളത്, ആ ഏരിയകൾ മനസ്സിലാക്കി കൊടുത്തിട്ട് ആ രീതിയിലുള്ള പോളിസീസ് എടുക്കാൻ ഒരു രാജ്യത്തിനെ സഹായിക്കുന്നു. ഉദാഹരണത്തിന് ബംഗ്ലാദേശിന് ടെക്സ്റ്റൈൽസിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെങ്കിൽ അതിനനുസരിച്ചുള്ള പോളിസീസ് എടുക്കാൻ ആ രാജ്യത്തെ സഹായിക്കുന്നു. അടുത്തത് എക്കണോമിക് പ്ലാനിങ് ആണ്. അതായത് ഇൻഫോമിംഗ് സ്ട്രാറ്റജീസ് ടു പ്രൊമോട്ട് സെക്ടേഴ്സ്. അതായത് ഓരോ സെക്ടേഴ്സിനെയും പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള സ്ട്രാറ്റജീസ് അത് ഇൻഫോം ചെയ്യുന്നു വിത്ത് ഹൈ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് മനസ്സിലാക്കുന്ന വഴി എന്ത് ചെയ്യാം, ഓരോ സെക്ടേഴ്സിനും പ്രൊമോട്ട് ചെയ്യുന്നുള്ള സ്ട്രാറ്റജീസ് കൊണ്ടുവരാം ഒരു രാജ്യത്തിൽ. അടുത്തത് കോമ്പറ്റിറ്റീവ്നെസ് ഇവാലുവേഷൻ ആണ്. ഓക്കെ, അത് അസസിങ് ഹൗ കോമ്പറ്റിറ്റീവ് എ കൺട്രി ഈസ്. ഒരു രാജ്യം എത്ര കോമ്പറ്റിറ്റീവ് ആണ്, എത്ര ചെലവ് കുറച്ച് എത്ര ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇൻ സ്പെസിഫിക് ഇൻഡസ്ട്രീസ്, പ്രത്യേക തരത്തിലുള്ള ഇൻഡസ്ട്രീസിന് ആ ഒരു കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് മനസ്സിലാക്കി കൊടുക്കുന്നു, അതിന് ഇവാലുവേറ്റ് കൊടുക്കുന്നതും ഈ ഇൻഡെക്സ് ആണ്. ഓക്കെ, അതായത് ദ ബെല്ലാസ ഇൻഡെക്സ് ഈസ്
ഈസ് വൈഡ്ലി യൂസ്ഡ്. അതായത് ഇതിൻ്റെ ഒരു പോരായ്മയാണ് ഇനി പറയാൻ പോകുന്നത്. ഇത് വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്, ബട്ട് ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ ഫാക്ടേഴ്സ് ലൈക്ക് റിസോഴ്സ് എൻഡോമെന്റ് ലാൻഡ് ലേബർ ഇങ്ങനെയുള്ള റിസോഴ്സ് എൻഡോമെന്റ് ഇതിന്റെ അക്കൗണ്ട് ചെയ്യുന്നില്ല. സബ്സിഡീസ് അക്കൗണ്ട് ചെയ്യുന്നില്ല. അതായത് സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഒരു രാജ്യത്തിന് ഒരു പർട്ടിക്കുലർ ഉൽപ്പന്നം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്നും ഇത് അക്കൗണ്ട് ചെയ്യുന്നില്ല. ഓർ ട്രേഡ് ബാരിയേഴ്സ് എടുക്കുന്നില്ല, വിച്ച് ക്യാൻ ഇൻഫ്ലുവൻസ് ട്രേഡ് പാറ്റേൺസ്. ഇതൊക്കെ ട്രേഡ് പാറ്റേൺസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളാണ്. ഓക്കെ, ഇതെല്ലാം ഇഗ്നോർ ചെയ്യുകയാണ് ഈ ബലാസ ഇൻഡെക്സ് ചെയ്യുന്നത്. അതൊക്കെ ഇതിന്റെ പോരായ്മകളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.